രണ്ട് ട്രേറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസിനെയാണ് നമ്മളതെന്ന് വിളിക്കുക ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുക. ലിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? അത് ടെൻഡൻസി ഓഫ് ടുഗദർനെസ് ആണ് അല്ലെ. പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അലീലോമോർഫാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് K3 നാച്ചുറൽ സയൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി വരുന്ന ഈ K3 എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നല്ലേ, HSA എക്സാം ഇനിയിപ്പോൾ 6 മാസത്തിനകം എന്തായാലും നാച്ചുറൽ സയൻസിൻ്റെ അല്ലെങ്കിൽ HSAയുടെ നോട്ടിഫിക്കേഷൻസ് വരും അല്ലേ. അതിന് മുമ്പ് നടക്കാവുന്ന അവസാനത്തെ എക്സാം ആവാം ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് പഠിക്കുക. HSA ക്വാളിഫൈഡ് ആയിട്ടില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് നേടിയിട്ടുണ്ടാവണം? K3 എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ K3 നാച്ചുറൽ സയൻസിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സൈക്കോളജി, ഹിന്ദി, അറബിക്, സ്വിമ്മിങ് ഇവൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇരുത്തി ഏറ്റവും നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് CCA ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചതാണല്ലോ, ഇനിയിപ്പോൾ വേറൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ പലരും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു സിസ്റ്റമായിട്ട് നമ്മളിങ്ങനെ കാർഡടച്ച് പഠിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല അല്ലേ. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമാണ് കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും CC തന്നെയാണ്. കാരണം ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ് എന്നെക്കൊണ്ട് ഇത് ഒരു 100% ഉറപ്പോടുകൂടി നിങ്ങളിലോട്ട് എത്താനായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം. അതിനോടൊപ്പം ഞങ്ങളുടെ അധ്യാപനം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും K3 നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മടിക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. ഞാനിന്ന് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കിയേക്കാം. ദി ക്രോസിംഗ് ഓഫ് F1 ടു എയ്തർ ഓഫ് ദി പേരൻറ്റ്സ് ഈസ് known as ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ്, F1 ക്രോസ്, ഓൾ ഓഫ് ദി അബോവ്. അതായത് നമുക്കറിയാം, പലതരത്തിലുള്ള ക്രോസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ടെസ്റ്റ് ക്രോസ് ഉണ്ട്, മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, പിന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ടെസ്റ്റ് ക്രോസ് ഉണ്ട്, ബാക്ക് ക്രോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രോസുകളുണ്ട്. എന്നാലും നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത് ഈ 4 ക്രോസുകളെ കുറിച്ചാണ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയാം അല്ലേ. ഏതെങ്കിലും ഒരു ട്രേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ക്രോസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ടോൾ എന്ന് പറയുന്ന ഒറ്റ ട്രേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നതാവാം, ഇല്ലെങ്കിൽ കളറിനെ ബേസ് ചെയ്തുകൊണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ട്രേറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസിനെയാണ് നമ്മളതെന്ന് വിളിക്കുക മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആകുമ്പോൾ അവിടെ നമ്മൾ എത്ര ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാം? 2 ട്രേറ്റിനെ കൺസിഡർ ചെയ്യും അല്ലേ. ചിലപ്പോൾ ഹൈറ്റിനോടൊപ്പം കളറിനെ കൂടി കൺസിഡർ ചെയ്യും. അങ്ങനെ 2 ട്രേറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന ക്രോസിനെയാണ് നമ്മളതെന്ന് വിളിക്കുക ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുക. ഇനി വരുന്ന 2 ക്രോസാണ് ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതിൽ രണ്ടിനും. ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്രോസ് നടത്തി ആ ക്രോസിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമ്മളൊന്ന് വിളിക്കാം, ഒരു ജനറേഷൻ കിട്ടിയാൽ നമ്മൾ F1 ജനറേഷൻ എന്ന് പറയും. ആ F1 ജനറേഷനെ ഏതെങ്കിലും ഒരു റെസസീവ് പേരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മളൊന്ന് വിളിക്കാം ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് വെച്ചാൽ, F1 പ്രോജനിയെ ഏതെങ്കിലും അല്ല റെസസീവ് പേരൻറ്റുമായിട്ടുള്ള ക്രോസ്, ആ ക്രോസിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാക്ക് ക്രോസ് എന്ന് വെച്ചാൽ എന്താ, F1 പ്രോജനിയെ ഏതെങ്കിലും എനി പേരൻറ്റുമായിട്ട്, അത് ചിലപ്പോൾ റെസസീവ് ആവും, ഡോമിനൻറ്റും ആവാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് വിളിക്കുക ബാക്ക് ക്രോസ് എന്ന് പറയാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. The crossing of F1 to either of the parent is called what? Test cross, back cross, F1 cross, all of the above, that is back cross. വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പം നമുക്കൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് എടുത്ത് നോക്കാം അല്ലേ. ടോള്, ഷോർട്ട്
അല്ലെ, ഇതിനകത്തുനിന്ന് മാക്സിമം ഉണ്ടാകുന്ന ഗ്യാമേറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ടോളും ഷോർട്ടും കൂടെ വന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതാണ് F1 പ്രോജനി എന്ന് പറയുന്നത്. ഈ F1 പ്രോജനിയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഡോമിനൻ്റ് പേരൻ്റ് ആവാം, അല്ല എങ്കിൽ റെസസീവ് പേരൻ്റ് ആവാം. ഈ ഏതെങ്കിലും ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അതേസമയം ഈ F1 പ്രോജനിയെ റെസസീവ് പേരൻറ്റുമായിട്ട് മാത്രം ക്രോസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കും. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ചോദിക്കാറുള്ളതാണ്. Homozygosity and heterozygosity of an individual can be determined by back cross, self-fertilization, test cross and all of the above. ഇതിനകത്ത് ഏത് നടത്തിയാലാണ് അല്ലെങ്കിൽ ഏത് ക്രോസ് നടത്തിയാലാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹോമോസൈഗോസിറ്റിയും ഹെട്രോസൈഗോസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് ഏത് പേരൻറ്റുമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ആ ക്രോസ് വഴി നമുക്ക് ഒരിക്കലും എന്തിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല? ആ ഇൻഡിവിജ്വലിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഹോമോസൈഗോസിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുക. കാരണം ഹോമോസൈഗസ് കണ്ടീഷനിൽ നിന്നുള്ള ഒരു ഡോമിനൻ്റ് പേരൻറ്റുമായിട്ടാണ് എങ്കിൽ എന്തായിരിക്കും? ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും കിട്ടുക, അല്ലേ? ഡോമിനൻ്റ് ആയിട്ടുള്ള ഏത് ക്യാരക്ടറാണോ ഉള്ളത് അത് മാത്രമായിരിക്കും എന്തുണ്ടാവുക? അടുത്ത ജനറേഷനിലും എക്സ്പ്രസ് ചെയ്യുക. അതാണ് ബാക്ക് ക്രോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതാണോ ഇതിനകത്ത് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതായിരിക്കും ആ F1 ജനറേഷനിൽ, F2 ജനറേഷനിൽ, ബാക്ക് ക്രോസ് ആകുമ്പോഴത്തേക്ക് F2 ജനറേഷനിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോമിനൻസി മാത്രമായിരിക്കും. ഇപ്പോൾ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഡോമിനൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോൾ ക്യാരക്ടർ തന്നെയായിരിക്കും എന്ത് ചെയ്യാം? കൂടുതൽ എക്സ്പ്രസ് ചെയ്യുക. അടുത്ത ക്രോസ് എന്ന് പറയുന്നത് സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണ്. സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേരൻറ്റിൻ്റെ ഹോമോസൈഗോസിറ്റി ഹെട്രോസൈഗോസിറ്റി കുറിച്ചോ അല്ലെങ്കിൽ ആ ഫോം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത ജനറേഷൻ്റെ ഹോമോസൈഗോസിറ്റിയും ഹെട്രോസൈഗോസിറ്റിയും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയില്ല. കാരണം വെച്ചാൽ എത്രമാത്രം വെറൈറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നു എന്ന് മാത്രമാണ് നമുക്ക് സെൽഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം ടെസ്റ്റ് ക്രോസ് എന്നാണ് ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ F1 പ്രോജനി എന്ന് പറയുന്നത് ക്യാപിറ്റൽ R സ്മോൾ r ആണെങ്കിൽ ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? രണ്ട് രീതിയിലുള്ള ആൻസർ കിട്ടും. ഈ ക്വസ്റ്റിനെ നമുക്ക് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പേരൻറ്റിൻ്റെ ഹോമോസൈഗോസിറ്റിയും ഹെട്രോസൈഗോസിറ്റിയും എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ശരിക്കും ഇത് ഒരു കറക്റ്റ് അതാണ്. ഇവിടെ ഇവർ ഇൻഡിവിജ്വൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹോമോസൈഗോസിറ്റി അല്ലെങ്കിൽ ജീനോടൈപ്പും ഫീനോടൈപ്പും മെഷർ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ നടത്തുന്ന ക്രോസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ തന്നെ എന്താണ് പേരൻസിൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഏതെന്ന് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ടെസ്റ്റ് ക്രോസ് ആണ്. എന്താണ് അങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർത്തിരുന്നുള്ള ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ഇസ് എ ക്രോസ് ബിറ്റ്വീൻ F1 progeny with any recessive parent എന്നാണ്. എന്താണ് ഈ ടെസ്റ്റ് ക്രോസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ എന്താണ്? പേരൻസിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ പേരൻസിൻ്റെ ഹോമോസൈഗോസിറ്റിയും ഹെട്രോസൈഗോസിറ്റിയും എത്രമാത്രം ഉണ്ട് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ജനറ്റിക്കൽ ടൂൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. An exception to Mendel's law is independent assortment, linkage, dominance, purity of gametes. നമുക്കറിയാം മെൻഡലിന് 3 ലോസ് ആണ്, അല്ലെങ്കിൽ മെൻഡൽ 3 ലോസ് ആണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, 2 ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, 3 എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമെറ്റ്സ് എന്ന് പറയും. ഈ 3 ലോസ് ആണ് മെൻഡൽസിൻ്റെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ തന്നെ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മെൻഡൽസ് ലോയുടെ എക്സെപ്ഷൻ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബാക്കി പറഞ്ഞിരിക്കുന്ന 3 എണ്ണവും മെൻഡൽസിൻ്റെ ലോയാണ്. ഇതിനകത്ത് എക്സെപ്ഷനായിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ലിങ്കേജ് മാത്രമേ ഉള്ളൂ, അല്ലേ? ലോ ഓഫ് ഡോമിനൻസ് എന്താണ്? പ്യൂരിറ്റി ഓഫ് ഗ്യാമെറ്റ്സ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഈ മൂന്നും ആരുടെ ലോ തന്നെയാണ്? മെൻഡലിൻ്റെ ലോ തന്നെയാണ്. ഇതിനകത്ത് മെൻഡലിൻ്റെ ലോ അല്ലാതെ വരുന്നത് ലിങ്കേജ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ലിങ്കേജ് മെൻഡൽസിൻ്റെ ലോയ്ക്ക് എക്സെപ്ഷൻ ആകാൻ കാരണം? ഇല്ലെങ്കിൽ മെൻഡൽസിൻ്റെ ലോ ഒരിക്കലും ഒബേ ചെയ്യാത്ത ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ലിങ്കേജ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ലിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്?
അത് ടെൻഡൻസി ഓഫ് ടുഗദർനെസ് ആണ് അല്ലേ. ജീൻസുകൾ ഒരു ജീനിനകത്ത് തന്നെ ലിങ്ക് ചെയ്തിരിക്കാനുള്ള കഴിവാണ്. അത് സെഗ്രിഗേറ്റ് ഒന്നും ചെയ്ത് പോകാതെ അവർ ലിങ്കായിട്ടില്ല, ഒരു ലിങ്കേജ് ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസിനെയാണ് നമ്മളൊന്ന് വിളിക്കുക ലിങ്കേജ് എന്ന് വിളിക്കുക. അതേസമയം മെൻഡൽ പറഞ്ഞ എന്തായിരുന്നു, ഗ്യാമെറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാമെറ്റ്സ് എന്ത് ചെയ്യും, ഇവ സെപ്പറേറ്റ് ചെയ്യുമെന്നാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്ത് ചെയ്യും, ആ ഗ്യാമെറ്റ്സ് സെപ്പറേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യും എന്നാണ് മെൻഡൽ പറഞ്ഞത്. പക്ഷേ ലിങ്കേജ് പറയുന്നത് എന്താ, ലിങ്കേജ് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ച് എന്ത് ചെയ്യും, ജീൻസിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണ് പറഞ്ഞത്, ഇവയ്ക്ക് ലിങ്കേജ് ഗ്രൂപ്പുകളായിട്ട്, ഇവയ്ക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, അവരങ്ങനെ തന്നെ എന്ത് ചെയ്യും, ഇവ സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, തൊട്ടടുത്ത ജനറേഷനിലോട്ട് ഈ ലിങ്കേജ് ഗ്രൂപ്പായിട്ട് തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ലിങ്കേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം മെൻഡൽസിൻ്റെ ലോയുടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ലിങ്കേജ് തന്നെയാണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ. ലിങ്കേജ് എന്ന് വെച്ചാൽ ഗ്യാമീറ്റ്സുകൾക്ക് എപ്പോഴും അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ജീൻസിന് എപ്പോഴും ഒരുമിച്ചിരിക്കാനുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. മെൻ്റൽ പറയുന്നതനുസരിച്ച് അവർക്ക് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണ് മെൻ്റൽ പറയുന്നത്, അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നാണ്. അതായത് അടുത്ത ജനറേഷനിൽ പോകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, അവർ ഒരു പെയറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ പെയറിൽ നിന്നും n നമ്പർ മാത്രമാണ് എങ്ങോട്ട് പോവുക, തൊട്ടടുത്ത ജനറേഷനിലോട്ട് പോവുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മെൻഡൽസിൻ്റെ ലോ. അതേസമയം ലിങ്കേജ് അങ്ങനെയല്ല. ലിങ്കേജ് ഗ്രൂപ്പ് ആയിരിക്കുന്ന ജീൻസ് എന്ത് ചെയ്യും, അവർ സെഗ്രിഗേറ്റ് ചെയ്യാതെ തന്നെ അവരെന്ത് ചെയ്യും, അവരെങ്ങനെയാണോ ഇരിക്കുന്നത്, അവർ പെയറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ പെയറായിട്ട് തന്നെ എന്ത് ചെയ്യും, അടുത്ത ജനറേഷനിലോട്ട് അവരെന്ത് ചെയ്യും, അടുത്ത ജനറേഷനിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മെൻഡൽസിൻ്റെ ലോയുടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ലിങ്കേജ് തന്നെയാണ്. ക്ലിയർ ആയോ. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വിച്ച് പ്രൊഡ്യൂസസ് ഫിനോടൈപ്പ് എഫക്ട്സ് ഓൺ മ്യൂട്ടേഷൻ ഈസ് കോൾഡ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വിച്ച് പ്രൊഡ്യൂസസ് എ ഫിനോട്ടിപ്പിക് എഫക്ട്സ് ഓൺ മ്യൂട്ടേഷൻ ഈസ് കോൾഡ് മ്യൂട്ടൻ, ജീൻ, റെക്കോർഡ്, ന്യൂക്ലിക് ആസിഡ്സ്. ഇന്നത്തെ ഏതാണ് ഒരു മ്യൂട്ടേഷന് വിധേയമാകുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മ്യൂട്ടൺ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് മ്യൂട്ടൺ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കൂടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മ്യൂട്ടേഷന് വിധേയമാകുന്ന ആ ജനറ്റിക് ഫാക്ടറിനെയാണ് നമ്മൾ പറയുക, സ്മോൾ യൂണിറ്റ് ഓഫ് ജനറ്റിക് ഫാക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മ്യൂട്ടൺ എന്ന പറയുന്നത്. മ്യൂട്ടൺ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, അവ ന്യൂക്ലിയോടൈഡുകളാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവ ജീൻസുമാണ്, ന്യൂക്ലിക് ആസിഡ്സുമാണ്. പക്ഷേ ആ ടേമിനെ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാം, മ്യൂട്ടൺ എന്നുകൊണ്ടാണ്. എന്താണ് മ്യൂട്ടേഷൻ എന്നറിയാമല്ലോ. വാട്ട് ഈസ് മ്യൂട്ടേഷൻ? ഇറ്റ്സ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ DNA. ഒരു DNA ജീൻസിന് സംഭവിക്കുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മ്യൂട്ടേഷൻ എന്ന് പറയാം. ആ മ്യൂട്ടേഷന് വിധേയമാകുന്ന ആ DNA സ്മോൾ സെറ്റ് ഓഫ് ജീൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, വലിയ സ്മോൾ സെറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സിനെ എന്തെന്ന് വിളിക്കും, മ്യൂട്ടൺ എന്ന് വിളിക്കും. മറന്നു പോകണ്ട മ്യൂട്ടൺ എന്താണെന്നുള്ളത്. വിച്ച് ടേം റെപ്രസെൻറ്റ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ? വിച്ച് ടേം റെപ്രസെൻറ്റ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്? ഓപ്ഷൻ എ ഹെട്രോസൈഗസ് കണ്ടീഷൻ, ബി ഹോമോസൈഗസ് കോഡോമിനന്റ് ജീൻസ്, അലീലോമോർഫ്. ഇതിനകത്ത് ഇങ്ങനൊരു ഫേസ് വന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മനസ്സിലാകാതെ പോകുന്നത്. ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. വിച്ച് ടേം റെപ്രസെൻറ്റ് ദ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യും അല്ലേ. ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അലീൽസ് എന്ന് വിളിക്കും. ശരിക്കും അലീൽ എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ്. അലീലോമോർഫിൻ്റെ ഷോർട്ട് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അലീൽസ് എന്ന് വിളിക്കുന്നത്. അലീൽസ് ആണ് ഏതെന്ന് പറയുന്നത്, എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതും പഠിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് തന്നെയാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, അലീൽ ഓർ അലീലോമോർഫ് എന്ന് വിളിക്കും. ഇത് രണ്ട് രീതിയിലും പറയാം. ഇത് രണ്ട് രീതിയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ഹോമോസൈഗസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഹെട്രോസൈഗസ് ആയിട്ട് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഹോമോസൈഗസ് കണ്ടീഷനിലും റെപ്രസെൻറ്റ് ചെയ്യാം, ഹെട്രോസൈഗസ് കണ്ടീഷനിലും റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷൻ വരില്ല. കാരണം അലീലോമോർഫ് ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിനെ നമുക്ക് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ മാത്രമല്ല റെപ്രസെൻറ്റ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമല്ല റെപ്രസെൻറ്റ് ചെയ്യാവുന്നത്.
കോ ഡോമിനൻ്റ് ജീൻ ഒരിക്കലും ഇവിടെ ഒരു ആപ്ലിക്കബിൾ ആയിട്ട് വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അലിലോമോർഫാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, ഇല്ലെങ്കിൽ നമ്മൾ പറയും എ പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അലിലോമോർഫാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ഹൈബ്രിഡ് എക്സ്പ്രസ് എ ക്യാരക്ടർ ദാറ്റ് ഈസ് കോൾഡ് എപ്പിസ്റ്റാറ്റിസ്, ഡോമിനൻറ്റ്, കോ ഡോമിനൻറ്റ്, റെസസീവ്. ഇതെന്താണ്? ഒരു ഹൈബ്രിഡ് ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രസീവ് ക്യാരക്ടർ ഓഫ് എ ഹൈബ്രിഡ് ഈസ് കോൾഡ് വാട്ട്? ഡോമിനൻറ്റ്. വാട്ട് ഈസ് ഡോമിനൻ്റ് എന്ന് വെച്ചാൽ രണ്ട് ട്രേറ്റുകൾ ഒരുപോലെ വരുമ്പോൾ ഒരു ട്രേറ്റ് മാത്രം എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യുകയും മറ്റൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ മറ്റൊരു ഇതിനെ സപ്രസ് ചെയ്തിട്ടായിരിക്കാം ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ വരുന്നതിനെ നമ്മളതെന്ന് വിളിക്കുക? ഡോമിനൻ്റ് എന്ന് വിളിക്കുക. ദി എക്സ്പ്രസീവ് ക്യാരക്ടർ ഓഫ് എ ട്രേറ്റ് ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഡോമിനൻസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ടോളും ഷോർട്ടുമായിട്ടുള്ള രണ്ട് ട്രേറ്റ്, അവ ഇൻഹെറിറ്റ് ചെയ്തു വന്നപ്പോൾ എന്തിനെ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക? ഒരു ക്യാരക്ടറിനെ മാത്രമാണ് ഇവിടെ റെപ്രസെൻ്റ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. ആ ക്യാരക്ടർ ഹൈറ്റ് മാത്രമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡോമിനൻ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ. ഇൻ മോസ്റ്റ് സ്പീഷീസ് മൈറ്റോകോൺഡ്രിയൽ DNA ഈസ് പാസ്ഡ് ഡൗൺ ഫ്രം DNA മദർ ആൻഡ് ഫാദർ DNA. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള DNAs ഉണ്ട് അല്ലേ? മൈറ്റോകോൺഡ്രിയൽ DNAയും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ DNAയും ഉണ്ട്. മൈറ്റോകോൺഡ്രിയൽ DNAയും ഉണ്ട്, ന്യൂക്ലിയർ DNAയും ഉണ്ട്. ഇതിനകത്ത് ന്യൂക്ലിയർ DNA ആണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന DNA. ഇത് ന്യൂക്ലിയർ DNA എവിടെ മാത്രമാണ് കാണപ്പെടുക? ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുക. മിക്കവാറും നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യപ്പെടുന്നത് ഏത് DNA വഴിയാണ്? ന്യൂക്ലിയർ DNA വഴിയാണ്. മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയുന്നത് എക്സ്ട്രാ ന്യൂക്ലിയർ എന്നോ ഇല്ലെങ്കിൽ പ്ലാസ്മിക് എന്നോ പ്ലാസ്മോജീൻസ് എന്നോ അങ്ങനെയുള്ള പല പല പേരുകളിലാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് വിളിക്കുക. എക്സ്ട്രാ ന്യൂക്ലിയർ DNAs എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? മൈറ്റോകോൺഡ്രിയൽ DNA ആണ്. ഈ ന്യൂക്ലിയർ DNA എപ്പോഴും പാസ് ചെയ്യപ്പെടുന്നത് പേരൻസിൽ നിന്നോ, അതിപ്പോൾ ഏത് പേരൻസിൽ നിന്ന് വേണമെങ്കിലും പാസ് ചെയ്യാം അല്ലേ? അച്ഛൻ്റെ സ്വഭാവവും നമുക്ക് കിട്ടും, അമ്മയുടെ സ്വഭാവവും കിട്ടും. അതിപ്പോൾ രണ്ട് പേരിൽ നിന്നും ആ ന്യൂക്ലിയർ DNA സെൻഡ് ചെയ്ത് വന്നത് കൊണ്ടാവും. അതേസമയം മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയുന്നത് എപ്പോഴും ഇൻ മോസ്റ്റ് കേസസ്, എല്ലാ കേസസിൽ നിന്നല്ല, ഇൻ മോസ്റ്റ് കേസസ് ദി മൈറ്റോകോൺഡ്രിയൽ DNA ഈസ് പാസ്ഡ് ഫ്രം മദറാണ്. മദറിൽ നിന്നുമാണത് പാസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ജെനറ്റിക്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രമല്ല ഉള്ളത്, ഇനി ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങളുടെ ആപ്പുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങും. ഒരു കേട്ടിട്ടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് അക്കാദമിയിൽ തന്നെ ജോയിൻ ചെയ്യാം. 100% ഞാൻ ഗ്യാരണ്ടി പറയും. കാരണം നമ്മുടെ വിജയം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.